കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന റാഗിംഗിൽ നടപടി. പ്രിൻസിപ്പലിനെയും അസിസ്റ്റന്റ് പ്രൊഫസറെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വിവരങ്ങൾ നൽകാനായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഗുരുതരമായ വീഴ്ച അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു. ഇപ്പോൾ നടപടിയെടുത്തിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എന്താണ്? കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ നടന്നിട്ടുള്ള റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ചതാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ നടപടിയിലേക്ക് കടക്കുന്നു സർക്കാർ. ആ കോളേജിന്റെ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പ്രൊഫസർ സുലേഖ ഏറ്റിയെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയ അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി വാണിയെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഉണ്ടായിരിക്കുന്ന മറ്റൊരു നടപടി ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റിയെ അടിയന്തരമായി നീക്കം ചെയ്യാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. ആ അന്വേഷണത്തിൽ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് മുൻപിലേക്ക് എത്തി. അതിനുശേഷമാണ് ഇപ്പോൾ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കർശനമായ നടപടി ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം നടപടി വൈകുന്നതിനെതിരെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പ്രിൻസിപ്പലിന്റെയും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് വാർഡിന്റെ ചുമതലയുള്ളവരുടെയൊക്കെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഈ റാഗിംഗ് തടയുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കുടുംബത്തിന്റെ അടക്കമുള്ള പരാതി എന്ന് പറയുന്നത്. 3 മാസമായി കോളേജ് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന ക്രൂരതയുടെ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നത്. അങ്ങനെ ഒരു തുടർച്ചയായി കഴിഞ്ഞ കുറെ കാലമായ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുമ്പോഴും അത് മനസ്സിലാക്കുന്നതിൽ, അത് തിരിച്ചറിയുന്നതിൽ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും നടപടിയെടുക്കുന്നതിൽ ഇവർക്ക് വീഴ്ചയുണ്ടായി, അധികൃതർക്ക് വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ഈ കോളേജിന്റെ ഹോസ്റ്റലിന്റെ നിയന്ത്രണ അധികാരം പൂർണ്ണമായും അവിടുത്തെ സീനിയർ വിദ്യാർത്ഥികൾക്കാണ്. വാർഡനടക്കമുള്ളവർക്ക് കൃത്യമായ ചുമതല നിർവഹിക്കാൻ കഴിയുന്നില്ല എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ആ വിഷയമെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ആളുകൾക്കെതിരെ ഈ വീഴ്ച വരുത്തിയ കൂടുതൽ കോളേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. പ്രിൻസിപ്പലിനെയും അസിസ്റ്റന്റ് പ്രൊഫസറെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.